Hello, this is Malayalam Tutorials. ഈ ചാനലിൽ നിരവധി വിഷയങ്ങളിലുള്ള ട്യൂട്ടോറിയലുകൾ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റുകളുടെ ലിങ്കുകൾക്കായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷനുകളെ കുറിച്ചാണ്. അഥവാ നമ്മൾ മാത്തമാറ്റിക്സിൽ സാധാരണ ചെയ്യാറുള്ള കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക തുടങ്ങി കുറേ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാറുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1 കൂട്ടണം 1 അല്ലേ, എന്തായിരിക്കും അത്? അഡീഷനാണ്. സാധാരണയായി നമ്മൾ മാത്തമാറ്റിക്സിൽ അക്കങ്ങൾ തമ്മിൽ അഡിഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കണക്കുകളിലുള്ള വ്യത്യസ്തമായ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമ്മുടെ പൈത്തൺ ഷെൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 1 2 നമുക്ക് കിട്ടി. ഇനി 5 ഗുണിക്കണം 5 മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തുക. 5 എക്സ് വെച്ചിട്ട് ഒരു ഇൻറ്റു മാർക്ക് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യില്ല. 5 സ്റ്റാർ 5 എന്നാണ് നമ്മൾ അടിക്കുക. അപ്പോൾ 25 നമുക്ക് കിട്ടി. ഇനി ഡിവിഷൻ ആണെങ്കിൽ 5/2 2.5. ഇനി നമുക്ക് വേണമെങ്കിൽ സബ്ട്രാക്ഷൻ 5 - 5 0. ഇനി നമുക്ക് നെഗറ്റീവ് സംഖ്യകളെയും ഇതേപോലെ ഉപയോഗപ്പെടുത്താം. -2 + 5. അപ്പോൾ നമുക്ക് അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തണിൻ്റെ ഷെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്കങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി ഫ്ലോട്ട് വാല്യൂകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്രിയകൾ ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫ്ലോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ഡെസിമൽ സംഖ്യകളുള്ള ഡെസിമൽ നമ്പറുകളുള്ള സംഖ്യകളെയാണ് നമ്മൾ ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ട് വാല്യൂകൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ മേലെ പറഞ്ഞതുപോലെയുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഫ്ലോട്ട് വാല്യൂ, ഇൻറ്റിജർ വാല്യൂ, അക്കങ്ങൾക്ക് ഇൻറ്റിജർ എന്നാണ് പറയുക. ഇൻറ്റിജർ വാല്യൂയും ഫ്ലോട്ട് വാല്യൂ നമുക്ക് ഒരുമിച്ചും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, 5/2 എന്ന് പറയുന്ന ഡിവിഷൻ നമുക്ക് അറിയാം അല്ലേ, അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5/2 എന്നുള്ളത് 2.5 ആണ്. പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ എഴുതിയാലോ, 5/2. ഇനി ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ. മുകളിൽ എഴുതി അതേപോലെ തന്നെയാണ്, പക്ഷേ നടുവിൽ ഞാൻ 2 സ്ലാഷ് സിമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലോർ ഡിവിഷൻ. ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് തരും, പക്ഷേ അതിൻ്റെ പോയിൻ്റ് ഡെസിമലിന് ശേഷമുള്ള അക്കങ്ങൾ ഒഴിവാക്കും. ഓക്കെ, ഇനി 10/3 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 3 എന്നേ വരൂ. അതേസമയം ഹരിക്കണമാണെങ്കിൽ 3.3333 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ആ ഡെസിമലും അതിന് ശേഷമുള്ള സംഖ്യകളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് റിസൾട്ട് തരുന്നതിനാണ് നമ്മൾ ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. 5% sin 2. ഇതിനെയാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് 1 എന്നുള്ളതാണ് കിട്ടിയത് അല്ലേ. അതെന്താണ്? 5നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം എന്താണോ കിട്ടുന്നത് അതാണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ നമുക്ക് ശിഷ്ടമാണ് തരിക. ഓക്കെ, വേറൊന്നും നമുക്ക് കിട്ടില്ല. അതേപോലെ 10%3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ആണ് അല്ലേ, അതിൻ്റെ ശിഷ്ടം 1 ആണ്. ഇനി നമുക്ക് 1-ലധികം ക്രിയകൾ ഒരേ ലൈനിൽ തന്നെ എഴുതാം. ഇപ്പോൾ 2 കൂട്ടണം 5 × 2 = 12. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുക. 2 5 7 ആണ്. 7 ഗുണിക്കണം 2 14 അല്ലേ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് 12 വരുന്നത്? ആക്ച്വലി എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ക്രിയകൾ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ, നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം റൺ ചെയ്യുക അതിൻ്റെ ഉള്ളിലുള്ള മൾട്ടിപ്ലിക്കേഷനുകളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം 5ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കും, 10 കിട്ടും. പിന്നെ 10ഉം 2ഉം കൂട്ടും 12 എന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക, പിന്നെയാണ് ബാക്കിയുള്ള അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം 2ഉം 5ഉം ആണ് കൂട്ടേണ്ടത്. ഓക്കെ, 2ഉം 5ഉം കൂട്ടിയിട്ട് മതി 2 കൊണ്ടുള്ള ഗുണനം എന്നാണ് തീരുമാനമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കണം. 2 + 5 എന്നുള്ളത് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് പോയിട്ട് ×2 കൊടുക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് 14 റിസൾട്ട് കിട്ടും. അഥവാ ആദ്യം ബ്രാക്കറ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ പുറത്തേക്ക് വരൂ. ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. 5 + 30. 2 ബ്രാക്കറ്റ് വന്നു അല്ലേ, അതിനുള്ളിൽ നമ്മൾ 20. ഇനി ഒരു ഡിവിഷൻ കൊടുക്കാം 5. ഇനി ഇതിലെന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യം ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാണോ അതെടുക്കും. അപ്പോൾ 5 30 എടുക്കും. 30ഉം 5 35. 35ന് പിന്നെ അടുത്ത ബ്രാക്കറ്റ് ഏതാണ്? ഇതാണ്. അപ്പോൾ 35 × 20 അല്ലേ, എത്ര ഉണ്ടാകും? 700, റൈറ്റ്? 700 കിട്ടും. 700നെ 5 ഹരിച്ചു കഴിഞ്ഞാൽ 140 കിട്ടും. നമുക്ക് 700 ഹരിക്കണം 5 കൊടുത്തു കഴിഞ്ഞാൽ 140 നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റാണ് ക്രിയകളിൽ നടക്കുക എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു ഓപ്പറേറ്റർ പരിചയപ്പെടുത്തുകയാണ്, 2 സ്റ്റാർ. അതിൻ്റെ റിസൾട്ട് എത്രയാണ്? 8 വന്നത്. ഇതിനെ നമ്മൾ എക്സ്പോണൻഷിയേഷൻ എന്നാണ് പറയുക. അപ്പോൾ 2 സ്റ്റാർ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2 ഡബിൾ സ്റ്റാർ 3 എന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം 2 × 2 × 2 8 അല്ലേ? അഥവാ 2 എന്ന് പറയുന്നത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യും. 2 എന്ന് പറയുന്നത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 × 2. അപ്പോൾ നമുക്ക് 2 2 4 4 2 8 എന്ന് പറയുന്ന റിസൾട്ടും കിട്ടും. സോ ഇതാണ് പൈതൺ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. സോ നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ ഉപയോഗിച്ച് നോക്കുക, ചെയ്തു നോക്കുക. അങ്ങനെ നിങ്ങൾ ആ വിഷയത്തിൽ അതിൻ്റെ ഓപ്പറേറ്റേഴ്സിന് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ, സിമ്പലുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടുതൽ പൈതൺ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.